നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറാണ്. കുംഭത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനിയുടെ ദോഷവുമുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശശമഹായോഗത്തിൻ്റെ ഗുണം രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോജനന്യാൻ കൃഷിധാനിയുക്ത എന്നാണ്. അപ്പോൾ സ്വന്തമായിട്ട് തൊഴിലെടുക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനും അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ നല്ല അഭിപ്രായത്തിന് പാത്രമാകാനും യോഗമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രദർശനം പോലെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സാധനവന്തി എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാരണം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കുറച്ച് വ്യാഴപ്പഴമുണ്ട്. കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് യോഗമുള്ള സമയമായത് കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശത്രുസ്ഥാനത്ത് ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട്. കാരകോ ഭാവനാശക എന്ന് പറയുന്നൊരു യോഗമാണ്. നമ്മളായിട്ട് ചെയ്യുന്ന ദോഷങ്ങൾ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കാനുള്ള യോഗമില്ല. എന്നാൽ പോലും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുദോഷം, അതേപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ ശത്രുദോഷ പരിഹാരം ചെയ്യണം. നിവർത്തി സ്ഥാനാധിപതി സർവാഭിഷ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പം കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാൻ യോഗമുണ്ട്. സാമ്പത്തിക ഞെരുക്കം കുറച്ച് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചില സമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാഗപൂജ ചെയ്യണം. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് കേതു നിൽക്കുന്നത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യണം. വ്യാഴപ്പഴമുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ദോഷഫലങ്ങൾക്ക് പരിഹാരം വന്നാൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായ നേട്ടവും മാനസികമായ സന്തോഷവും ഉണ്ടാകും. വാഹന സംബന്ധമായിട്ടും സ്ത്രീ സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. അത് കാരണം കൊണ്ട് പ്രത്യേകം സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോഴും വാഹനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ശ്രദ്ധിക്കണം. വാഹനം വിൽപ്പന നടത്തുക, അതുപോലെ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ അനുകൂലമായിരിക്കുന്ന ഒരു സമയമല്ലാത്തത് കൊണ്ട് ഈ മാസം കാത്തിരിക്കുക. അതേപോലെ സർവാഭിഷ സ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. 10ാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുകയും കർമാധിപതിക്ക് നീചാവസ്ഥ വരികയും ചെയ്തതുകൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നീചസ്ഥിതി രിപുണ്യപീഠകതോ അന്യദേശയാണെന്ന്. അപ്പോൾ ഈ സഹപ്രവർത്തകരുടേതായിരിക്കുന്ന പെരുമാറ്റം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചെയ്യുന്ന തൊഴിൽ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്ത് പോകാനുള്ള യോഗമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ഈ സമയത്ത് തൊഴിൽ നഷ്ടപ്പെടുത്താതിരിക്കാനും ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് തൊഴിലെടുക്കുന്നവർക്ക് തന്നെ സ്ഥിരമായിട്ട് നിന്ന് തൊഴിലെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.